ഓം ശ്രീ ആഞ്ജനേയായ നമ. MSV4 ആസ്ട്രോ റിസർച്ചിന്റെ വിഷുഫല വീഡിയോയിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. ഞാൻ വിനീത് മംഗലത്ത്. 2026 ഏപ്രിൽ മാസം 14 ചൊവ്വാഴ്ച ദിവസം വിഷു മേടസംക്രമം നടക്കുകയാണ്. അതായത് കൊല്ലവർഷം 1201 ആണ്ട് മേടം 1 മീനം രാശിയിൽ നിൽക്കുന്ന ആദിത്യൻ മേടം രാശിയിലേക്ക് സംക്രമിക്കുകയാണ്. രവി സംക്രമം ഉദയാൽപരം 8 നാഴിക 8 വിനാഴിക സമയത്ത് ചതയം നക്ഷത്രത്തിന്റെ 3-ാം പാദത്തിലാണ് സംക്രമം നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള വിഷുഫലമാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഈ വിഷു മുതൽ അടുത്ത മേടമാസം വരെയുള്ള അത്രയും കാലയളവിലെ നക്ഷത്ര ഫലമാണ് ഞാൻ പറയുന്നത്. ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് അത്തം, ചിത്തിര, ചോതി നക്ഷത്രക്കാരുടെ ഈ 3 നക്ഷത്രക്കാരുടെ ഫലമാണ് ഞാൻ പറയാൻ പോകുന്നത്. എൻ്റെ ആസ്ട്രോളജി ചാനൽ MSV4 ആസ്ട്രോ റിസർച്ച് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. വീഡിയോസ് പരമാവധി ഒന്ന് ലൈക്ക് കൂടി ചെയ്തു പോകുക. ഒരു കാര്യം കൂടി ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. ജീവിത പ്രശ്നങ്ങൾക്ക് കബഡി പ്രശ്നത്തിലൂടെ പരിഹാരത്തിന് താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് ആയിട്ട് എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. ഓൺലൈൻ കൺസൾട്ടേഷൻ ഫെസിലിറ്റി ഉള്ളതാണ്. എൻ്റെ വാട്സപ്പ് നമ്പർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്തേക്കാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ ആദ്യമായിട്ട് പറയാൻ പോകുന്നത്, വിഷുഫലത്തിൽ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് അത്തം നക്ഷത്രക്കാരെ കുറിച്ചാണ്. അത്തം നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള സമയമാണ് വരാൻ പോകുന്നത്. ഔദ്യോഗികപരമായിട്ടുള്ള ചെറിയ തടസ്സം നേരിടാനുള്ള സാധ്യത തുടക്കം കാണിക്കുന്നതാണ്. അതുപോലെ തന്നെ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവര് കൂടുതൽ ജാഗ്രതയോടുകൂടി കാര്യങ്ങൾ തീരുമാനിച്ച് അഗാധമായി കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം മാത്രം അങ്ങനെയുള്ള ബിസിനസ് എക്സ്പാൻഷൻ കാര്യങ്ങൾ, പുതിയതായിട്ടുള്ള ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുമ്പോഴെല്ലാം ദീർഘമായ പഠനത്തോടു കൂടി മാത്രം അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇറങ്ങിത്തിരിക്കുക. കാരണം കസ്റ്റമർ സംബന്ധമായിട്ടുള്ള ചെറിയ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ, സാറ്റിസ്ഫാക്ഷൻ ലെവലിലുള്ള ബുദ്ധിമുട്ടുകൾ കാര്യങ്ങൾ നേരിടാനുള്ള സാധ്യത അത്തം നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. ബിസിനസ് സംബന്ധമായിട്ടുള്ള കുറച്ച് ചലഞ്ചിങ് ആയിട്ടുള്ള സമയമാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കൂടുതൽ പ്ലാനിങ്ങോട് കൂടി മാത്രം അങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുക. ശത്രു സംബന്ധമായിട്ട് ചെറിയ തടസ്സം നേരിടാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. കുടുംബത്ത് ചെറിയ അസ്വാരസ്യങ്ങൾ, പ്രത്യേകിച്ച് ദമ്പതികൾക്കിടയിലുള്ള അങ്ങനെ വാക്ക് തർക്കങ്ങൾക്കുള്ള സാധ്യതയും അത്തം നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. ഇത്രയുമാണ് അത്തം നക്ഷത്രക്കാരുടെ നെഗറ്റീവായിട്ടുള്ള തലങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞത്. ഇനി ഞാൻ പറയാൻ പോകുന്ന അത്തം നക്ഷത്രക്കാരുടെ പോസിറ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഔദ്യോഗികപരമായി, പ്രത്യേകിച്ച് ഗവൺമെന്റ് സെക്ടറുകളിലാണെങ്കിലും അതുപോലെ പ്രൈവറ്റ് മേഖലകളിലാണെങ്കിലും ഔദ്യോഗികപരമായിട്ട് നിങ്ങളുടെ തടസ്സങ്ങളെല്ലാം ജൂൺ അതുപോലെ ജൂലൈ മാസത്തോടു കൂടി അങ്ങനെയുള്ള ദീർഘകാലമായി ചെയ്തിട്ടും തീർക്കാൻ പറ്റാതെയുള്ള വർക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും, അതുപോലെ മാർക്കറ്റിംഗ് മേഖലകളിൽ വർക്ക് ചെയ്തിട്ട് ഓർഡേഴ്സ് കാര്യങ്ങളിലെല്ലാം എക്സിക്യൂട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് നേരിടുന്നവരുണ്ടെങ്കിലും, കൺസ്ട്രക്ഷൻ മേഖലകളിലുള്ള അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നവരുണ്ടെങ്കിൽ പോലും ഇങ്ങനെയുള്ള തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടുന്നതാണ്. അതിനുള്ള ദൈവാധീനം നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. ഗവൺമെന്റ് മേഖലകളിൽ വർക്ക് ചെയ്യുന്നവര് ട്രാൻസ്ഫർ റിക്വസ്റ്റ് കാര്യങ്ങൾക്കൊക്കെ കൊടുത്തവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് നവംബർ മാസം മുതൽ അങ്ങോട്ട്. അതുപോലെ പ്രൊമോഷൻ റിക്വസ്റ്റും ഇൻക്രിമെന്റ് കാര്യങ്ങൾക്കും റിക്വസ്റ്റ് കൊടുത്തവർക്കൊക്കെ വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് വരാൻ പോകുന്നത്. ഔദ്യോഗികപരമായി നിങ്ങൾക്ക് അനുകൂല സ്ഥാനമാണ് കാണിക്കുന്നത്. ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിന് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ധനപരമായിട്ട് പാഴ്ചിലവിനുള്ള സാധ്യത കൂടുതലാണ്. ധനനഷ്ടം ഉണ്ടാകാനുള്ള സാധ്യത അത്തം നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ കൂടുതൽ ജാഗ്രത പുലർത്തി മുൻപോട്ട് പോകേണ്ടതാണ്. കലാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ നല്ല സമയമാണ് വരാൻ പോകുന്നത്. വിദ്യാർത്ഥികൾക്ക് ചെറിയ രീതിയിലുള്ള അലസത കൂടി നിൽക്കാനുള്ള സാധ്യതയും അത്തം നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. സരസ്വതി ദേവി മന്ത്രം ജപിക്കുക. ഹനുമാൻ ചാലിസ കൂടി ജപിച്ച് മുൻപോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ്. കുടുംബ സംബന്ധമായിട്ടുള്ള ഒത്തുചേരലിനുള്ള സാധ്യതകൾ,
അതിനുള്ള ഭാഗ്യം, വളരെ ദൂരെയുള്ള കുടുംബ അംഗങ്ങളെ കാണാനുള്ള ഭാഗ്യം, ഒത്തുചേരൽ കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്നതാണ്. കുടുംബസമേതം പുണ്യ സ്ഥലങ്ങൾ ദർശിക്കാനുള്ള ഭാഗ്യവും വന്നു ചേരുന്നതാണ്. ക്ഷേത്ര ദർശനം അങ്ങനെയുള്ള പുണ്യ സ്ഥലങ്ങൾ ദർശിക്കാനുള്ള ഭാഗ്യവും അത്തം നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നതാണ്. വിവാഹ സംബന്ധമായി ചെറിയ തടസ്സം തുടക്കത്തിൽ നേരിടാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. ഉമാമഹേശ്വര ക്ഷേത്ര ദർശനം നടത്തേണ്ടതും അതുപോലെ തന്നെ പാർവതി ദേവിക്ക് മഞ്ഞൾപ്പറ വഴിപാട് നടത്തേണ്ടതും അങ്ങനെയുള്ള തടസ്സങ്ങൾ കാര്യങ്ങളെല്ലാം മാറ്റിയെടുക്കാൻ സഹായകരമാകുന്നതാണ്. സ്വയംവര അർച്ചന ശിവക്ഷേത്രത്തിൽ നടത്തുന്നത് വളരെ ഉത്തമമാണ്. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുന്ന നല്ല സമയമാണ് വരാൻ പോകുന്നത്. വീട് പണിയുമായി ബന്ധപ്പെട്ട് വളരെ ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ, ദീർഘകാലമായി അങ്ങനെയുള്ള പ്ലാനിങ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കാര്യങ്ങൾ നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാനും അങ്ങനെയുള്ള ആഗ്രഹ സാഫല്യത്തിനുള്ള സമയം കൂടിയാണ് അത്തം നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൂടുതൽ ജാഗ്രത പുലർത്തി മുൻപോട്ട് പോകേണ്ടതാണ്. IT മേഖലകളിലും കൺസ്ട്രക്ഷൻ മേഖലകളിലും വർക്ക് ചെയ്യുന്നവർക്ക് കൂടുതൽ ശോഭിക്കാൻ ചാൻസ് ഉള്ള ഒരു സമയം കൂടിയാണ് വരാൻ പോകുന്നത്. ആരോഗ്യപരമായി ചെറിയ ക്ലേശങ്ങൾക്കുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട് അത്തം നക്ഷത്രക്കാർക്ക്. പ്രത്യേകിച്ച് നടുവിനുണ്ടാകുന്ന അസ്വസ്ഥത, അസ്ഥി സംബന്ധമായിട്ടുള്ള ചെറിയ ക്ലേശങ്ങൾ, അങ്ങനെയുള്ള ആരോഗ്യ ക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലായിട്ടുള്ള ടെൻഷൻസ്, ഔദ്യോഗികപരമായിട്ടുള്ള ടെൻഷൻസ് കൂടി നിൽക്കാനുള്ള സാധ്യതയും അത്തം നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. ഇത്രയുമാണ് അത്തം നക്ഷത്രക്കാരുടെ വിഷു ഫലം. അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ചിത്തിര നക്ഷത്രക്കാരുടെ ഫലമാണ്. ചിത്തിര നക്ഷത്രക്കാർക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ള സമയമാണ് വരാൻ പോകുന്നത്. പ്രത്യേകിച്ച് പ്രണയിക്കുന്നവർക്ക് വളരെ നല്ല സമയം, പ്രണയ സാഫല്യത്തിനുള്ള സമയമാണ് ചിത്തിര നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. അങ്ങനെയുള്ള ദൈവാധീനം നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. വിവാഹപരമായി വളരെ അനുകൂല സ്ഥാനമാണ് ചിത്തിര നക്ഷത്രക്കാർക്ക്. വിവാഹം ആലോചിക്കുന്നവർക്കും അതുപോലെ ദാമ്പത്യപരമായിട്ടുള്ള ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർക്കും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ മാറി നല്ല രീതിയിലുള്ള ജീവിതം പടുത്തുയർത്താൻ സഹായകരമാകുന്ന ദൈവാധീനം കിട്ടുന്ന നല്ല സമയമായിരിക്കും ചിത്തിര നക്ഷത്രക്കാർക്ക് കാണിക്കുക. കുടുംബത്തിൽ ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്ന നല്ല സമയം. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ല സമയം. പ്രത്യേകിച്ച് ബിസിനസ് റിലേറ്റഡ് എക്സ്പാൻഷൻ, പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്കും വളരെ നല്ല സമയമാണ് വരാൻ പോകുന്നത്. ചിത്തിര നക്ഷത്രക്കാർക്ക് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിന് നല്ല സമയമാണ് വരാൻ പോകുന്നത്. പ്രത്യേകിച്ച് ജൂലൈ മാസത്തിന് ശേഷം നല്ല രീതിയിൽ, പ്രത്യേകിച്ച് അങ്ങനെയുള്ള ചിട്ടി മേഖലകളിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നവർക്കൊക്കെ നല്ല സമയമാണ്. അങ്ങനെയുള്ള ഫിനാൻഷ്യൽ മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് വളരെ ഉചിതമായിട്ടുള്ള ദൈവാധീനം ഉള്ള സമയമാണ് കാണിക്കുന്നത്. നിങ്ങളുടെ ഗുരുക്കന്മാരെ അതുപോലെ തന്നെ പഴയ സുഹൃത്തുക്കളെ എല്ലാം കണ്ടുമുട്ടാനുള്ള ഒരു ഭാഗ്യവും ചിത്തിര നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് ചെറിയ തടസ്സം നേരിടാനുള്ള സാധ്യത, പ്രത്യേകിച്ച് അലസത കൂടി നിൽക്കാനുള്ള സാധ്യത വിദ്യാർത്ഥികൾക്ക് കാണിക്കുന്നതാണ്. അത് പരിഹരിച്ച് തന്നെ മുൻപോട്ട് പോവുക. കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കും ചെറിയ തോതിലുള്ള തടസ്സം നേരിടാനുള്ള സാധ്യത വരുന്ന ജൂൺ മാസം വരെ കാണിക്കുന്നതാണ്. ഹയർ സ്റ്റഡീസുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമായിരിക്കും. പ്രത്യേകിച്ച് വിസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ക്ലിയർ ആകാനും അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം നല്ല ദൈവാധീനം നിറഞ്ഞു നിൽക്കുന്ന സമയമാകും ചിത്തിര നക്ഷത്രക്കാർക്ക്. അതുപോലെ തന്നെ പുതിയതായിട്ട് ജോലി അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുന്ന നല്ല സമയം കൂടിയാകും. ഔദ്യോഗികപരമായ തടസ്സങ്ങളെല്ലാം പൂർണ്ണമായിട്ട് മാറി നിൽക്കുന്നതാണ്. ദീർഘകാലമായി ചെയ്ത് പെൻഡിങ് ഉള്ള വർക്കുകളെല്ലാം ചെയ്ത് തീർക്കാനുള്ള ദൈവാധീനം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. കല സാംസ്കാരിക മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഉചിതമായിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കാനും അത് എക്സിക്യൂട്ട് ചെയ്യാനുമുള്ള നല്ല ദൈവാധീനം നിറഞ്ഞു നിൽക്കുന്ന നല്ല സമയമായിരിക്കും ചിത്തിര നക്ഷത്രക്കാർക്ക് കാണിക്കുക. വീട് പണിയുന്നവർക്ക് നല്ല രീതിയിലുള്ള പ്ലാനിങ് കാര്യങ്ങളെല്ലാം എക്സിക്യൂട്ട് ചെയ്യാനും അതിനുള്ള സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കാനും അതിനുള്ള ദൈവാധീനവും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. മഹാലക്ഷ്മി അഷ്ടകം നിത്യവും ജപിക്കേണ്ടത് വളരെ ഉത്തമമാണ്. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് നല്ല സമയമാണ് വരാൻ പോകുന്നത് ചിത്തിര നക്ഷത്രക്കാർക്ക്. ഇത്രയുമാണ് ചിത്തിര നക്ഷത്രക്കാരുടെ വിഷു സംബന്ധമായിട്ടുള്ള ഫലം. അനുകൂലമായിട്ടുള്ള സമയമാണ് ചിത്തിര നക്ഷത്രക്കാർക്ക്. ആരോഗ്യപരമായി ചിന്തിക്കുമ്പോഴും തൃപ്തികരമായിട്ടുള്ള സമയമാണ്. പ്രത്യേകിച്ച് അങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും നല്ല തൃപ്തികരമായിട്ടുള്ള സമയം തന്നെയായിരിക്കും ചിത്തിര നക്ഷത്രക്കാർക്ക് കാണിക്കുക. അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് ചോതി നക്ഷത്രക്കാരെ കുറിച്ചാണ്. ചോതി നക്ഷത്രക്കാരുടെ വിഷു ഫലമാണ് അടുത്തത് ഞാൻ പറയാൻ പോകുന്നത്.
ചോതി നക്ഷത്രക്കാർക്ക് ചെറിയ തടസ്സങ്ങളും എന്നാൽ കൂടുതൽ ലാഭകരമായിട്ടുള്ള കാര്യങ്ങളും കൂടുതൽ ദൈവാധീനപരമായിട്ടുള്ള കാര്യങ്ങളും നടക്കാൻ പോകുന്ന സമയമാണ് വരാൻ പോകുന്നത്. കാര്യങ്ങളിലുള്ള കോൺഫിഡൻസ് അത് നിങ്ങളെ നല്ല രീതിയിൽ മുൻപോട്ട് നയിക്കുന്ന നല്ല സമയമായിരിക്കും ചോതി നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്നത്. ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ നല്ല മേഖലകളിൽ ശ്രേണികളിൽ ജോലി ലഭിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകുന്ന നല്ല സമയമാണ് ചോതി നക്ഷത്രക്കാർക്ക് കാണിക്കുക. ഔദ്യോഗികപരമായിട്ടുള്ള തടസ്സം താത്കാലികമാണ്, അത് അങ്ങനെ അധികം വിഷമിക്കേണ്ട കാര്യമില്ല. ആ തടസ്സങ്ങളെല്ലാം മാറി നല്ല രീതിയിലുള്ള ജോബ് സാറ്റിസ്ഫാക്ഷൻ ലെവൽ ചോതി നക്ഷത്രക്കാർക്ക് തീർച്ചയായിട്ടും ലഭിക്കുന്നതാണ്. പുതിയതായിട്ട് ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല സമയം. അതുപോലെ തന്നെ പ്രൊമോഷൻ റിക്വസ്റ്റ് കൊടുത്തവർക്കും ട്രാൻസ്ഫർ സംബന്ധമായിട്ടുള്ള റിക്വസ്റ്റ് കൊടുത്തവർക്കും സാലറി സംബന്ധമായിട്ട് അങ്ങനെ സാലറി കൂട്ടി കിട്ടാനുള്ള അങ്ങനെയുള്ള നിവേദനം കാര്യങ്ങൾ കൊടുത്തവർക്കും അനുകൂലമായിട്ടുള്ള ദൈവാധീനമായിരിക്കും ചോതി നക്ഷത്രക്കാർക്ക് വരിക. നിങ്ങളുടെ ഹയർ അതോറിറ്റീസിൽ നിങ്ങളിൽ ഉണ്ടാകുന്ന സംതൃപ്തി, ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ നിങ്ങളെ നല്ല രീതിയിൽ മുൻപോട്ട് നയിക്കുന്നതുമാണ്. ചോതി നക്ഷത്രക്കാർക്ക് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ചെറിയ തടസ്സം നേരിട്ടാൽ പോലും ആ തടസ്സം പൂർണ്ണമായിട്ടും മാറി നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ അതിനെ മുൻപോട്ട് നയിക്കുന്നതാണ്. ആ വേ ഓഫ് പ്രസന്റേഷൻ, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ലെവൽ നല്ല രീതിയിൽ അറ്റൈൻ ചെയ്ത് മുൻപോട്ട് നയിക്കാൻ നിങ്ങളെ സഹായിക്കുന്നതുമാണ്. ചോതി നക്ഷത്രക്കാർക്ക് ബ്ലോക്കായി കിടക്കുന്ന ഫണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം റിലീസായി കിട്ടുന്നതുമാണ്. ഫിനാൻഷ്യലി നല്ല രീതിയിലുള്ള ഒരു ഇംപ്രൂവ്മെന്റ് ഉണ്ടാകാനുള്ള ഭാഗ്യവും ചോതി നക്ഷത്രക്കാർക്ക് കിട്ടുന്നതുമാണ്. പുതിയ കസ്റ്റമേഴ്സിനെ ലഭിക്കാനുള്ള ഭാഗ്യം, അതുപോലെ ബിസിനസ് സംബന്ധമായിട്ടുള്ള പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ ഉള്ള ആ ഒരു ഊർജം, ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ബിസിനസ് സംബന്ധമായിട്ട് പുതിയതായിട്ട് ബിസിനസ് എക്സ്പാൻഷൻ കാര്യങ്ങൾ, നിലവിലുള്ള ബിസിനസ്സിൽ നല്ല രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചോതി നക്ഷത്രക്കാർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് വരാൻ പോകുന്നത്. വിവാഹം ആലോചിക്കുന്നവർക്ക് ചെറിയ തടസ്സം നേരിടാനുള്ള സാധ്യതയുണ്ട്. തുടക്കം വിഷുവിന് ശേഷം 1-2 മാസം 2-3 മാസത്തേക്കുള്ള തടസ്സം, വിവാഹപരമായിട്ടുള്ള തടസ്സം, അങ്ങനെയുള്ള കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അതിനുശേഷം തടസ്സം പതിയെ നീങ്ങുന്നതാണ്. അതുപോലെ തന്നെ കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്ന നല്ല സമയമാണ്. കുടുംബപരമായിട്ടുള്ള തീർത്ഥാടനം, അത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, മനസ്സിന് കുളിർമയേകുന്ന കാര്യങ്ങളെല്ലാം കുടുംബത്ത് സംഭവിക്കാനുള്ള ഭാഗ്യം, കുടുംബ സമേതമായിട്ടുള്ള യാത്ര, ഒത്തുചേരൽ കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ഭാഗ്യങ്ങളെല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. മാനസിക സമ്മർദ്ദം കുറഞ്ഞിരിക്കുന്നതാണ്. ആരോഗ്യപരമായി ചിന്തിക്കുമ്പോൾ ചെറിയ ആരോഗ്യ ക്ലേശങ്ങൾക്കുള്ള സാധ്യത ചോതി നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. നയന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, തൊണ്ടയ്ക്കുണ്ടാകുന്ന അസ്വസ്ഥത, ഭക്ഷണം നിമിത്തം അലർജി സാധ്യതകൾ, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയും ചോതി നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നതായിരിക്കും. ഞാൻ പറയുന്ന പൊതുവെയുള്ള ഫലം മാത്രമാണ്. പൂർണ്ണമായിട്ട് 100% ഇത് എല്ലാവർക്കും വർക്കൗട്ട് ആവുമെന്ന് ഞാൻ ഒരിക്കലും പറയുകയില്ല. നിങ്ങളുടെ ജനന സമയത്തുള്ള ഗ്രഹസ്ഥിതിയുടെ അടിസ്ഥാനത്തിൽ ഇതിന് തീർച്ചയായിട്ടും ഏറ്റക്കുറച്ചിൽ ഉണ്ടാകുന്നതാണ്. ഇൻഡിവിജ്വലി അങ്ങനെ അറിയണമെങ്കിൽ കവടി പ്രശ്നം വെച്ച് തന്നെ പരിഹാരം കണ്ടെത്തി അതിന് കുലന്റായിട്ടുള്ള പരിഹാരത്തിലൂടെ മുൻപോട്ട് പോവുകയാണെങ്കിൽ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് നല്ല ഒരു ജീവിത രേഖ തന്നെ മെനഞ്ഞെടുക്കാൻ സഹായകരമാകുന്നതുമായിരിക്കും. ചോതി നക്ഷത്രക്കാർക്ക് വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് നല്ല സമയമാണ്. അതുപോലെ വീട് പണിയുമായി ബന്ധപ്പെട്ട് വളരെ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ല സമയമായിരിക്കും വരാൻ പോകുന്നത്. വിദ്യാർത്ഥികൾക്ക് തടസ്സങ്ങളെല്ലാം മാറി നല്ല രീതിയിലുള്ള ഉന്നമനം ഉണ്ടാകുന്നതാണ്. പ്രത്യേകിച്ച് കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ പോലും വിദേശത്ത് ജോലി സംബന്ധമായിട്ടും അതല്ലെങ്കിൽ ഹയർ സ്റ്റഡീസുമായി ബന്ധപ്പെട്ട് വിദേശത്ത് പോകാൻ പ്ലാൻ ചെയ്യുന്നവർക്കും ഉചിതമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്ന നല്ല സമയമാണ് വരാൻ പോകുന്നത്. വിസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ അങ്ങനെ എന്തെങ്കിലും ഡിലേ ഉണ്ടെങ്കിൽ ആ താമസങ്ങളെല്ലാം, അങ്ങനെയുള്ള ഡിലേ കാര്യങ്ങളെല്ലാം മാറുന്ന നല്ല സമയമാകും ചോതി നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്നത്. കല, സാംസ്കാരിക മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് വളരെ നല്ല സമയം. അതുപോലെ തന്നെ രാഷ്ട്രീയപരമായി അങ്ങനെയുള്ള മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്കും ചോതി നക്ഷത്രക്കാർക്ക് വളരെ ജ്വലിച്ചു നിൽക്കാൻ പോകുന്ന സമയമായിരിക്കും വരാൻ പോകുന്നത്. ഇത്രയുമാണ് ചോതി നക്ഷത്രക്കാരുടെ വിഷു ഫലം. എന്റെ ആസ്ട്രോളജി ചാനൽ MSB4 ആസ്ട്രോ റിസർച്ച് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. എന്റെ പൂജാ പ്രാർത്ഥനയിൽ നിങ്ങളെ കൂടി ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കണമെങ്കിൽ പേര്, നക്ഷത്രം, ജീവിതത്തിൽ അനുഭവിക്കുന്ന ക്ലേശം എന്താണ്,
അതുകൂടി ജസ്റ്റ് ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യുക. തീർച്ചയായിട്ടും ഞാൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഇത് തികച്ചും സൗജന്യപരമാണ്. എല്ലാവർക്കും നന്മയും ഐശ്വര്യവും നേരുന്നു. നന്ദി, നമസ്കാരം.